നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മഹീന്ദ്ര താർ റോക്സിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയൻറ്റ് പരിചയപ്പെടുത്താനാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറിയും അതേപോലെ ഏറ്റവും കൂടുതൽ ബുക്കിങ്ങും കിട്ടിയിരിക്കുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര താർ റോക്സ് MX വേരിയൻറ്റ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്ന മോഡലാണ് നമ്മുടെ മഹീന്ദ്ര താർ റോക്സ് MX വേരിയൻറ്റ്. ഏറ്റവും കൂടുതൽ ബുക്കിങ്ങും അതേപോലെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വേരിയൻ്റാണ്. നമുക്കിപ്പോൾ മഹീന്ദ്ര പറയുന്ന വെയിറ്റിംഗ് പീരീഡ് ഏകദേശം 72 വീക്സാണ്. 72 വീക്സാണ് നമുക്ക് മഹീന്ദ്ര ഇപ്പോൾ പറയുന്ന ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് ടൈം പറയുന്നത്, വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. അപ്പോൾ ഇതാണ് MX വേരിയൻറ്റ്. നമുക്ക് ഈ വാഹനത്തിൽ ഫ്രണ്ടിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് മഹീന്ദ്ര തരുന്നുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് മഹീന്ദ്ര താർ റോക്സ് MX വേരിയൻറ്റിൻ്റെ പ്രൈസ് പറയാം. നമുക്ക് ഡീസൽ വേരിയൻറ്റ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 17 ലക്ഷം രൂപയാണ്. പെട്രോൾ വേരിയൻറ്റ് നമുക്ക് എടുക്കുമ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15,89,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇത് 2024 ഡിസംബർ പ്രൈസാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് മന്ത് ജനുവരിയിൽ പ്രൈസ് ഹൈക്കും വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ എൻജിൻ പരിചയപ്പെടാം. നമുക്ക് 2200 cc എംഹോക്ക് എഞ്ചിനാണ് മഹീന്ദ്ര താർ റോക്സിൽ വരുന്നത്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനാണ് വരുന്നത് 2200 cc. പെട്രോൾ എഞ്ചിൻ വരുമ്പോൾ നമുക്ക് എം സ്റ്റാലിൻ എഞ്ചിനാണ് 2000 cc എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മഹീന്ദ്ര പറയുന്ന മൈലേജ് ഏകദേശം 15.5 ഡീസലിന് മൈലേജ് പറയുന്നത്. പെട്രോളിനാകുമ്പോൾ നമുക്ക് 14 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരെ വാഹനത്തിലേക്ക് കടക്കാം. ഫീച്ചേഴ്സ് കാര്യങ്ങൾ പരിചയപ്പെടാം. മുൻവശത്തായിട്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ മഹീന്ദ്ര 6 സ്പോക്ക് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് മഹീന്ദ്രൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മഹീന്ദ്ര എന്നുള്ള ബാഡ്ജിങ് ഇവിടെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൽ ഫോഗ് ലാമ്പ് വരുന്നില്ല. അതേപോലത്തെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസർ ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് സൈഡ് വ്യൂ നോക്കുന്ന സമയത്ത് വീൽ ആർച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് താഴെ നമ്മുടെ വീലിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് 18 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. അതുപോലെ തന്നെ നമുക്ക് സൈഡിലായിട്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് താർ റോക്സ് എന്നുള്ളൊരു ബാഡ്ജിങ് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡ് ഫുഡ് സ്റ്റെപ്പ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡൽ തന്നെ സൈഡ് ഫുഡ് സ്റ്റെപ്പ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽ വരുന്നത് ബ്ലാക്ക് കളറിലാണ്, ബോഡി കളറിലല്ല വരുന്നത് ഇവിടെ. പിന്നെ നമുക്ക് മിററിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, മിറർ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് റിയർ വീലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 18 ഇഞ്ചിൻ്റെ നോർമൽ ഡിസ്ക് വീലാണ് കൊടുത്തിരിക്കുന്നത്, സാധാ വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബ്രേക്ക് വരുന്നത് ഡ്രം ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് LED ടൈൽ ലാമ്പാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ LED ടൈൽ ലാമ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പെയർ വീല് വരുന്നുണ്ട് ഈ വാഹനത്തിൽ. സാധാ 18 ഇഞ്ചിൻ്റെ വീല് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് സ്റ്റീൽ വീലാണ് വരുന്നത്. ഇപ്പോൾ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്, അത് വണ്ടിക്കകത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലോഡ് വരുന്ന സമയത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ. അതേപോലെ നമുക്ക് ഈ വാഹനത്തിൽ സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡീഫോഗർ അതേപോലെ വൈപ്പർ അങ്ങനെയുള്ള ഫീച്ചേഴ്സൊന്നും ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഫ്യൂവൽ ഓപ്പൺ ചെയ്യാനുള്ളത് വണ്ടിക്ക് അകത്ത് നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 3 ഡോർ എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പുറത്ത് കീ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഇതിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഉള്ളിൽ തന്നെ ബട്ടൺ ഉണ്ട്. ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ഡോറ് ഓപ്പൺ ആയി വരും. ഈ ഒരു ടോപ്പ് വരുന്നത് മെറ്റൽ ടോപ്പാണ്. 3 ഡോറിൽ വരുന്ന സമയത്ത് അത് ഫൈബർ ആയിരുന്നു. ഇതിൽ നമുക്ക് മെറ്റൽ ടോപ്പായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. വരും. പവർ പാഡലായിട്ട് ഇവിടെ പവർ വിൻഡോൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ 4 ഡോർ പവർ വിൻഡോ കൊടുക്കുന്നുണ്ട് മഹീന്ദ്ര. അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക്
ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്വിച്ച് വരുന്നത് മൈക്രോ ഹൈബ്രിഡ് ടെക്നോളജി സ്വിച്ചാണ്. സ്റ്റാർട്ട് സ്റ്റോപ്പ്, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റണ്ണിങ്ങിൽ പോയി ഒരു 1 കിലോമീറ്ററൊക്കെ പോയി നമ്മൾ ന്യൂട്രാക്കിൽ നിൽക്കുന്ന സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. പിന്നെ ആ സമയത്ത് നമ്മൾ ഇവിടെ പുഷ് ബട്ടൺ അമർത്തണ്ട, ക്ലച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവും. അതാണ് ഈ ഒരു മൈക്രോ ഹൈബ്രിഡ് ടെക്നോളജി. ഇത് നമുക്ക് വരുന്നത് ABS ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇതെപ്പോൾ ഓണിലാണ് നമ്മൾ വെക്കേണ്ടത്. ഈ ഒരു സ്വിച്ച് വരുന്നത് ഹിൽ ഡിസെൻറ്റ് കൺട്രോളാണ്. നമ്മൾ കുത്തനെയുള്ള ഇറങ്ങുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഈ രണ്ട് സ്വിച്ചും ഈ സ്വിച്ചും നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വരുന്നതാണ്. ഞാനത് പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ് ലെവൽ ചെയ്യാനുള്ള സ്വിച്ചാണ്. ഓക്കെ. പിന്നെ നമുക്ക് സീറ്റിലേക്ക് കിടക്കുന്ന സമയത്ത്, ഫ്രണ്ട് സീറ്റിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പുഷിങ് വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബേസ് വേരിയൻറ്റിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഇവിടെ ജസ്റ്റ് ഈ ഒരു സ്റ്റീറിങ്ങിൻ്റെ താഴെയായിട്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് അകത്തൊന്ന് കയറി നോക്കാം. അതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സാധാ വീലാണ് വരുന്നത്. നമുക്ക് ലെതറിൻ്റെ ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ആയിട്ട് ലെതറിൻ്റെ ഒരു എന്താ പറയുക ഗ്രിപ്പൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോൾ എടുക്കാനുള്ള സ്വിച്ച്, കോൾ കട്ട് ചെയ്യാനുള്ള സ്വിച്ച്, വോളിയം അപ്പ് ഡൗൺ, മ്യൂട്ട്, പിന്നെ റേഡിയോൻ്റെ സെറ്റിങ്സ്, റേഡിയോ ഇത് മാറ്റാനുള്ള ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു റേഡിയോൻ്റെ ഇത് മാറുന്നതാണ്. അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇത് മ്യൂട്ട് സ്വിച്ചാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് സാധാ വൈപ്പറിൻ്റെ കൺട്രോൾസാണ് കൊടുത്തിരിക്കുന്നത്, സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഡിമ്മും ബ്രൈറ്റും സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻഫോടൈം സിസ്റ്റം വരുന്നത് 26 പോയിൻറ്റിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് വരുന്നത്. ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഈ സിസ്റ്റത്തിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ AC വെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലായിട്ട് 4 വെൻ്റാണ് വരുന്നത്. AC വെൻ്റാണ് വരുന്നത്. ഇവിടെയും ഈ ഒരു ഭാഗത്തും ഇവിടെ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്കിത് വന്നിട്ട് നോർമൽ AC ആണ്. നമുക്ക് ഓട്ടോമാറ്റിക് AC കൺട്രോൾസ് ഇതിൽ വരുന്നില്ല, നോർമലാണ് വരുന്നത്. ഓക്കെ. ഇവിടെ ആയിട്ട് നമുക്ക് മൊബൈൽ ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസും ഇവിടെ 12 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. C ടൈപ്പ് അല്ല, സാധാ നോർമൽ ടൈപ്പ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മൾ കീ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കപ്പും വെക്കാം. നമ്മുടെ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് മൊബൈൽ വെക്കാം. അതേപോലെ ചെറിയൊരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് നമുക്ക് സാധാ നോർമൽ ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഫിക്സ്ഡ് ആണ്. പിന്നെ ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ സീറ്റ് വരുന്നത് ഫാബ്രിക് സീറ്റാണ്. ഫുൾ ബ്ലാക്ക് കളറുള്ള സീറ്റാണ് വരുന്നത്. ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇവിടെ ഒരു ബ്ലാക്കും ഇവിടെ ചെറിയൊരു ബീജ് കളറായിട്ടുള്ളതാണ് വരുന്നത്. നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട്, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് മുകൾ വശത്തായിട്ട് ഇവിടെ കൂളിംഗ് ഗ്ലാസ് വെക്കാനുള്ളൊരു സ്പേസ് വരുന്നുണ്ട്. നമ്മുടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ നമുക്ക് അഴിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഓക്കെ. അത് ബേസ് വേരിയൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടത്തെ മിറർ വരുന്നത്, ഈ ഒരു മിറർ വരുന്നത് നോർമൽ ആയിട്ടുള്ള മിററാണ്. ഓട്ടോ ഡിമ്മിങ് IRV അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇരിക്കുന്ന കോ ഡ്രൈവറിൽ ഇരിക്കുന്നവർക്ക് ഫേസ് നോക്കാനായിട്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 4 ഡോറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിടിച്ച് കയറാനായിട്ട് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വലിയ ഉപകാരമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് വണ്ടിയിൽ കയറുന്ന സമയത്ത് ഇവിടെ പിടിച്ച് കയറാം. അതേപോലെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡോറിൻ്റെ സൈഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതിൽ എയർ ബാഗ് വരുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 എയർ ബാഗാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു എയർ ബാഗ് വരും. അതേപോലെ നമ്മുടെ സ്റ്റീറിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ഒരു സൈഡിൽ, പിന്നെ ഈ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിൽ, പിന്നെ കട്ടണായിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടും 4 സൈഡിലായിട്ടാണ് എയർ ബാഗ് വരുന്നത്. പിന്നെ നമുക്ക് ഇൻഫോടൈം സിസ്റ്റത്തിൽ നമുക്ക് 4 സ്പീക്കറാണ് ഈ ഇൻഫോടൈം സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റീറിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റീറിങ്ങിൽ ടിൽറ്റിംഗ് ആണ് വരുന്നത്. മുകളിലോട്ടും താഴോട്ടും ആക്കാൻ പറ്റിയ സ്റ്റീറിംഗ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഈ വാഹനത്തിൽ
കൊടുത്തിരിക്കുന്നത് ബേസ് വേരിയൻറ്റിൽ. നമുക്ക് ഈ സിസ്റ്റം വരുന്നത് 10.2 ഇഞ്ചിൻ്റെ ഇൻഫോർടൈം സിസ്റ്റമാണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇത് വന്നിട്ട് ടച്ചാണ് വരുന്നത്, ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഓക്കെ, ക്ലീനി, ഇതാണ് ആപ്പ് വരുന്നത്. ഇത്രയും ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ ഈ ഒരു ബേസ് വേരിയൻറ്റിൽ ഇൻഫോർടൈം സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് കൊടുത്തിട്ടുണ്ട്, ഓക്സിൻ്റെ കേബിൾ കൊടുത്തിട്ടുണ്ട്, ഇക്വലൈസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് പോകുന്ന സമയത്ത് ആ സ്വിച്ചിൽ നമുക്ക് മ്യൂട്ട് കാര്യങ്ങളുള്ള ഇവിടുത്തെ കൺട്രോൾസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹോം ബട്ടൺ അടിച്ചാൽ നേരെ ഈ ഭാഗത്ത് വരും. ഈ ഒരു ഫ്രണ്ട് ഇൻ്റർഫേസാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ക്ലോക്ക് വരുന്നുണ്ട്, ക്ലോക്ക് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടൈമൊന്നും സെറ്റ് ചെയ്തില്ല, ക്ലോക്ക് വർക്കാണ്. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സാധാരണ നോർമൽ താറിൽ വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ഇവിടെ ആയിട്ട് ഈ സെൻറ്ററിലെ മുകളിലായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ബട്ടൺ അമർത്തുന്ന സമയത്ത്, ഈ ഒരു ബട്ടൺ അമർത്തുന്ന സമയത്താണ് ഇവിടുത്തെ ഫീച്ചേഴ്സ് എല്ലാം ചേഞ്ച് ആവുന്നത്. നമുക്ക് ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം, ആ സമയത്ത് അവിടെ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ബട്ടൺ അമർത്തുമ്പോൾ ചേഞ്ച് ആവും. ഓക്കെ, നമുക്ക് ഓരോ ഫീച്ചേഴ്സും മാറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സെറ്റിങ്സിലേക്ക് പോയി അത് കഴിയുമ്പോൾ ഇവിടെ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ആവും. പിന്നെ ഈ ഒരു ബട്ടൺ, 2 ബട്ടൺ വരുന്നത് താഴോട്ടാക്കാനുള്ളതാണ്. കണ്ടോ, ഇവിടെ നമ്മൾ പോയ പാസഞ്ചർ എയർ ബാഗ് ഉണ്ട്, ഇതിലേക്ക് വന്ന് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ പാസഞ്ചർ എയർ ബാഗിൻ്റെ ഓപ്ഷൻ വരും. അത് നമ്മൾ ബാക്കിലേക്ക് വന്ന് ഓണാണ് ഇപ്പോൾ ഇരിക്കുന്നത്, നമ്മളിവിടെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷെ ഓഫ് ചെയ്തിടരുത്, എപ്പോഴും ഓണിലാണ് വെക്കേണ്ടത്. പിന്നെ ബാക്കിലോട്ട് വരുന്ന സ്വിച്ചാണ് ഇത്. ഓക്കെ, പിന്നെ ഈ ഒരു ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ ഫ്യൂവലിൻ്റെയാണ്. ഇപ്പോൾ 10 ലിറ്ററിൻ്റെ മുകളിൽ നമുക്ക് ഫ്യൂവൽ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തി നിൽക്കുന്നത്. അത് 10 ലിറ്ററിൻ്റെ താഴെ വരുമ്പോൾ ബ്ലിങ്ക് ആവാൻ തുടങ്ങും. പിന്നെ ബാറ്ററിൻ്റെ സിഗ്നലാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ട്രിപ്പ് എ, ട്രിപ്പ് ബി എന്നുള്ള സിഗ്നൽ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഓരോ സെറ്റിങ്സും ഇതിനകത്ത് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്, മാറി മാറി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, 644 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. നമ്മുടെ സ്പെയർ വീലാണ്. ജസ്റ്റ് ഇതിൽ നമുക്ക് വെക്കാനുണ്ട്, ഈ ഭാഗത്തായിട്ട് വെക്കാനുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല, അത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമ്മൾ ഈ ഒരു സ്പേസിൽ വെച്ചിരിക്കുകയാണ്, വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ 60-40 നമുക്ക് സീറ്റ് സ്പ്ലിറ്റഡ് സീറ്റാണ്, നമുക്ക് മറിച്ചിടാനുള്ള ഓപ്ഷനും കൂടി ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ട് ലാസ്റ്റായിട്ട് നമ്മളെ വണ്ടിയുടെ സ്പെക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഈ വാഹനത്തിൽ 2200 cc ഡീസൽ എഞ്ചിനും അതുപോലെ തന്നെ 2000 cc പെട്രോൾ എഞ്ചിനുമാണ് നമുക്ക് ഈ വെഹിക്കിളിൽ വരുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 6 എയർ ബാഗ് നമ്മൾ ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം നമ്മൾ ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. ABS വിത്ത് EBD നമ്മൾ ഈ വാഹനത്തിൽ MX വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വരുന്നത് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് ടിൽറ്റിംഗ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുപോലെ റിയർ സെൻസർ നമ്മൾ ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് വീല് വരുന്നത്, ഫ്രണ്ടത്തെ വീല് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് അത് ഡ്രം ബ്രേക്ക് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എന്തായാലും നല്ലൊരു വണ്ടിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പ്രൈസിൽ ഇത്രയും ഫീച്ചേഴ്സ് മഹീന്ദ്ര കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വെഹിക്കിളാണ്. നമുക്ക് സേഫ്റ്റിയിൽ 5 സ്റ്റാറും കൂടെ ഈ വാഹനത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു 72 വീക്സ് ആണ് ഈ വെഹിക്കിളിന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ.